സാധാരണ ക്ഷേത്രങ്ങളിലെയും കാവുകളിലെയും പ്രസാദ ഊട്ടിൽ വിഭവസമൃദ്ധമായ സദ്യയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കോഴിക്കോട് പെരുമണ്ണയിലെ പയ്യടിത്താഴം കരിയാത്തൻ കാവിൽ കാര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ്. കാണാം ഈ കാഴ്ച. പെരുമണ്ണയിലെ പയ്യടിത്താഴം കരിയാത്തൻ കാവിൽ ഉത്സവത്തിനെത്തുന്നവർക്ക് നല്ല പുഴമീൻ കറി കൂട്ടി സദ്യയാണ് കാത്തിരിക്കുന്നത്. ഇതാണ് മറ്റിടങ്ങളിൽ നിന്ന് മനത്താനത്ത് കാവിനെ വ്യത്യസ്തമാക്കുന്നത്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല മനത്താനത്ത് കാവിലെ പുഴമീൻ കറി ഉൾപ്പെടുന്ന വിഭവസമൃദ്ധമായ സദ്യ. തലമുറകളായി തുടർന്നു വരുന്നതാണ് ഉത്സവ ദിവസത്തെ സദ്യയിലെ ഈ പുഴമീൻ കറി. 400 വർഷത്തോളമായി ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവം ഉണ്ടായിട്ട് അന്ന് തൊട്ടേ ഈ മത്സ്യക്കറി കൊടുക്കുന്നുണ്ട് വരുന്ന ആളുകൾക്ക്. പക്ഷെ അത് രാത്രിത്തെ ഭക്ഷണത്തിനാണ് കൊടുക്കുന്നത്. പക്ഷെ മത്സ്യക്കറി കഴിച്ച ഒരാളും തന്നെ ഈ തിരുമുറ്റത്തേക്ക് അതിനുശേഷം കടക്കാൻ പാടില്ല. കാവിന്റെ സമീപത്തുകൂടെ ഒഴുകുന്ന മാമ്പുഴയിലെ മീനുകളാണ് കറിക്കായി ഉപയോഗിക്കുന്നത്. ഉത്സവദിനത്തിന്റെ തലേന്ന് വൈകിട്ട് ഊരായ്മക്കാരെല്ലാവരും ചേർന്ന് മാമ്പുഴയിലേക്ക് ഇറങ്ങും. പിന്നെ വലവീശിയും തണ്ടാലി വല വിരിച്ചും ചൂണ്ടയിട്ടുമെല്ലാം മീൻ പിടിക്കും. കിട്ടുന്ന എല്ലാ മത്സ്യങ്ങളും തരംതിരിക്കാതെ വൃത്തിയാക്കി മുറിച്ചെടുത്ത് കറിയിലിടും. തേങ്ങ വറുത്തരച്ചാണ് മീൻകറി ഉണ്ടാക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ടിവിടെ. തേങ്ങ അരച്ചിട്ടാ വെക്കുന്നത്. എല്ലാ കൊല്ലങ്ങളോളായിട്ട് നമ്മൾ തന്നെ ചെയ്തു പോരുന്ന സംഗതിയാണ്. കഴിക്കാനായിട്ട് പല ദിക്കുകളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും പല ആളുകളും വരുന്നു. ഉത്സവത്തിനെത്തുന്നവർക്ക് മീൻകറി കൂട്ടിയുള്ള സദ്യയുണ്ട ശേഷം വീണ്ടും ക്ഷേത്രമുറ്റത്തേക്ക് പ്രവേശനമില്ല. ഇത്തവണയും നിരവധി പേരാണ് കരിയാത്തൻകാവിലെ ഉത്സവം കാണാനും മീൻകറി കൂട്ടിയുള്ള സദ്യ ഉണ്ണാനും എത്തിയത്. കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.